ഹലോ അസ്സാം വലൈക്കും. എടാ നമ്മൾ +2 അറബിക്കിലെ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ സമ്മറിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേട്ടോ. കുറേ കുട്ടികൾ പിന്നെ പാഠഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റിക്വസ്റ്റ് പറഞ്ഞതാണ്. നിങ്ങൾ ഓരോ പിന്നെ ഓൺ എക്സാമിന് മുമ്പായിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സമ്മറി പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററിന് സമ്മറി എന്നുള്ളത് കുറേ വീഡിയോസ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് 3 ചാപ്റ്ററിന് സമ്മറി, ആ പാഠത്തിൽ എന്താണ് പറയണം എന്നുള്ളത് ചുരുക്കിയിട്ട് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ പാഠം ഖൈറുള്ള എന്ന് പറയുന്ന പാഠമാണ്, ഒരു കവിതയാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഖൈറുള്ള എന്ന് പറയുന്നത് മൻലൂമുൻ ജമീലുൻ, ഒരു ഭംഗിയുള്ള കവിതയാണ്. ലി ഷാഇറുൽ മഷ്ഹൂർ, പ്രസിദ്ധനായ ഒരു കവിയുടെ, NK അഹമ്മദ് മൗലവി. NK അഹമ്മദ് മൗലവി എന്ന് പറയുന്ന പ്രസിദ്ധനായ കവിയുടെ ഒരു മൻലൂം എന്ന് പറഞ്ഞാൽ കവിതയാണെന്ത് നമ്മുടെ ഖൈറുള്ള എന്ന് പറയുന്നത് കേട്ടോ. മൻലൂമാണ്, കവിതയാണ്. എഴുതിയ ആളാരാണ്? NK അഹമ്മദ് മൗലവിയാണ്. ഓക്കെ, യസിഫു ഷായിറു, യസിഫു വർണ്ണിക്കുന്നു, അഷായിറു കവി, ഫി ഹാദൽ മൻലൂം ഈ കവിതയിലൂടെ, തൊബിഅത്തൻ കേരളത്തിൻ്റെ തൊബിഅത്തിനെ, പ്രകൃതിയെ. ഓക്കെ, ജദ്ദാബത്തൻ ഭംഗിയുള്ള പ്രകൃതിയെ, ഫി ഉസ്ലൂബിൻ റായിഅൻ ജമീല, ഉസ്ലൂബ് ശൈലിയിൽ, റായിഅൻ ജമീലുൻ ഭംഗിയുള്ള ഒരു ശൈലിയിലാണ് ഈ കവിതയിലൂടെ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി അദ്ദേഹം വർണ്ണിക്കുന്നത്. യുഹാത്തിബു അഷായിറു, യുഹാത്തിബു സംസാരിക്കുന്നു, സംവദിക്കുന്നു, അഷായിറു കവി, ഫിഹാദൽ മൻലൂം ഈ കവിതയിൽ, വിലായത്തെ കേരള സംസ്ഥാനത്തോടാണ് കവി എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. യഖൂലു കവി പറയുന്നു, അള്ളാഹു ദർറുക്കി, കവി കേരളത്തോട് പറയുന്നത് എന്താണ്? അള്ളാഹു ദർറുക്കി, നിനക്ക് അള്ളാഹുവിൻ്റെ ധാരാളം ഭാഗ്യം ലഭിച്ച, അനുഗ്രഹം ലഭിച്ച സംസ്ഥാനമാണ് കേരളം നീ എന്ന് കവി പറയുന്നുണ്ട്. അഷാഇറു യഖൂലു കവി പറയുന്നു, യാ കേരളമേ, അൻതി ജമീലത്തുൻ ജിദ്ദൻ നീ വളരെയധികം ഭാഗ്യം ചെയ്തവളാണ്. വലില്ലാഹി ശുക്രുൻ വൽ ഫضൽ, അള്ളാഹുവിൻ്റെ ഫضലും ശുക്റും ഒക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ട്. യാ കേരളമേ, അൻതി ഗനിയത്തുൻ നീ സമ്പന്നമാണ്, ബിൽ അൻഹാർ പുഴകൾ കൊണ്ട്, ധാരാളം പുഴകൾ നിന്നിലുണ്ട്, അൽ കസീറ ധാരാളം, വൽ ജിബാലു മലകളുണ്ട്, മുർത്തഫിയ ഉയർന്നു നിൽക്കുന്ന മലകളുണ്ട്, വബിൽ ഹുസൂൻ കോട്ടകൾ കേരളമേ നിന്നിലുണ്ട്, അൽ ഖദീമ പഴയ ഒരുപാട് കോട്ടകളും ഉയർന്നു നിൽക്കുന്ന മലകളും ധാരാളം പുഴകളുമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് കവി പറയുന്നു. ഇത് നമുക്ക് പിന്നെ ആസ്വാദനക്കുറിപ്പ് പാരഗ്രാഫൊക്കെ ചോദിച്ചാൽ എഴുതാൻ പറ്റിയ പോയിൻ്റാണ് കേട്ടോ. ഓക്കെ, അഷാഇർ യഖൂൽ കവി പറയുന്നു, യാ കേരളമേ, അൻതി ഗനിയത്തുൻ നീ സമ്പന്നമാണ്, ബിൽ ഓബാത്ത് കാടുകൾ കൊണ്ട്, വൽ അഷ്ജാർ മരങ്ങൾ കൊണ്ട്, വൽ നബാത്താത്ത് ചെടികൾ കൊണ്ട്. വയാ കേരളമേ, അൻതി ഗനിയത്തുൻ നീ സമ്പന്നമാണ്, ബിൽ ഹദായിഖി ഈ പൂന്തോട്ടങ്ങൾ കൊണ്ട്, അൽ ജമീല ഭംഗിയുള്ള, വൽ അസ്ഹാർ പൂക്കൾ കൊണ്ട്, അൽ മുത്തനവ്വിഅ ഭംഗിയുള്ള, വ കദാലിക് അതേപോലെ തന്നെ, യഖൂലു കവി പറയുന്നു, യാ കേരളമേ, അൻതി ഗനിയത്തുൻ നീ സമ്പന്നമാണ്, ബിൽ ഹുക്കൂൽ വയലുകൾ കൊണ്ട്, വൽ മസാരി എന്ന് പറഞ്ഞാൽ കൃഷിയിടങ്ങൾ, അന്നഹ അഷാഇറുൻ അതേപോലെ തന്നെ കവി യസ്അലു ചോദിക്കുന്നു, ലി കേരളത്തിനോട്, കം ഫീക്കി മിനൽ ഹദായിക്ക് നിന്നിൽ എത്ര തോട്ടങ്ങളുണ്ട്, ഹദായിക്ക് തോട്ടങ്ങൾ, ഫിഹ ആ തോട്ടങ്ങളിൽ എന്തുണ്ട്, ഫവാക്കിഹുൻ മുത്തനവ്വിഉൻ വ്യത്യസ്തമായ ഫവാക്കി ഉണ്ട്, പഴങ്ങൾ ഫ്രൂട്ട്സുകളുണ്ട്, തെജിരി ഒഴുകുന്നു, മിൻ ബൈനിഹ ആ തോട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകുന്നു, അൽ ഹൻആർ പുഴകൾ, വൽ ജദാവിൽ തോടുകളും പുഴകളുമൊക്കെ ആ തോട്ടങ്ങൾക്കിടയിൽ ഒഴുകും. യാ കേരളമേ, നുഹിബു ഫവാക്കിഹക്ക നിൻ്റെ പഴങ്ങൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, വനുഹിബ് മാ അക്കി അസോഫി നിൻ്റെ ശുദ്ധമായ വെള്ളത്തെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് കവി ഈ കവിതയിലൂടെ പറയുന്നുണ്ട്. യാ കേരളമേ, ഫീ ഖിഗാബാത്തുൻ കസീറ നിന്നിൽ ഒരുപാട് കാടുകളുണ്ട്, ഫിഹ അഷ്ജാറുൻ കബീറ അതിൽ ധാരാളം വലിയ മരങ്ങളുണ്ട്, യജീഉ അസ്സുയ്യാ ടൂറിസ്റ്റുകൾ ഈ നിൻ്റെ അടുത്തേക്ക് വരുന്നു, ഇലാ കേരളത്തിലേക്ക്, ലി ഇസ്തിറാഹത്ത് വത്തനസു ആസ്വദിക്കാനും ആശ്വാസം കണ്ടെത്താനും വേണ്ടിയിട്ട്. യാ കേരളമേ, കം മസ്ജിദിൻ വ കനീസത്തിൻ മസ്ജിദിൻ എത്ര പള്ളികളാണ് നിന്നിലുള്ളത്, വ കനീസത്തിൻ എത്ര ചർച്ചകളാണ് നിന്നിലുള്ളത്, വ ഹൈക്കൽ ക്ഷേത്രങ്ങളുണ്ട്, തെക്കഉ മുആനിഖൻ പരസ്പരം അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നു, ബിബാദിൻ കുറച്ചെണ്ണത്തിന് അടുത്തായിട്ട് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നു, ലി അന്ന കാരണം, അഹ്ൽ കേരളത്തിൽ ആളുകൾ, യസ്കുനൂന താമസിക്കുന്നത്, മഅൽ ഉഖുവത്തി വത്തല്ലാമുൻ വളരെ സാഹോദര്യത്തിലും ഐക്യത്തിലുമാണ് എന്ത് ചെയ്യുന്നത് ആളുകൾ ജീവിക്കുന്നത്. അഖീറൻ അവസാനം, യഖ്തതിമു അവസാനിപ്പിക്കുന്നു, അഷാഇറു കവി,
ഹാദൽ മൻലൂം ഈ കവിത വയക്കൂലു പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? യാ കേരള കേരളമേ നഹ്നു നഫ്തഖിറു ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു ഫീക്കി നിന്നിൽ വനഹ്നു മിൻ അബ്നായിക ഞങ്ങൾ നിന്റെ മക്കളാണ് വനഷ്കുറുല്ലാഹ തആല അല ഹജസ് അല ദാലിക ജസീലൻ ശുക്രൻ വളരെയധികം ഞങ്ങൾ അള്ളാഹുവിനോട് നന്ദി പറയുന്നു. യാ കേരള കേരളമേ നുഹിബുക്കി ഹുബ്ബൻ സ്വാദിക്കൻ ഞങ്ങൾക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ്. കമാ യുഹിബുല്ലാഹി ഒരു ദാഹിച്ച ആൾ ഇഷ്ടപ്പെടുന്നത് പോലെ മാ അൽ അദബ് വെള്ളം ധാരാളമായ വെള്ളം ദാഹിച്ച ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നത് പോലെ ഞങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് കവി പറഞ്ഞുകൊണ്ട് കവിത അവസാനിക്കുന്നു. ഓക്കെ, ഈ കവിതയുടെ സമ്മറിയാണ്. കവിതയിൽ എന്താണ് പറയുന്നതിൻ്റെ ഒരു ഷോർട്ട് രൂപമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പ് 8 മാർക്കിന് ചോദിക്കും, 6 മാർക്കിന് പാരഗ്രാഫ് ചോദിക്കും, 4 മാർക്കിന് നിങ്ങൾക്ക് കവിതയുടെ ലൈൻ എന്നിട്ട് അതിൻ്റെ ആശയം എഴുതാൻ ചോദിക്കും. ഇതൊക്കെ ഈ പോയിന്റിൽ നിങ്ങൾ മനസ്സിലാക്കി എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ അബ്കരിയും മിൻ അബ്നാഇ കേരള എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സമ്മറി പറയാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ്. ഡോക്ടർ മൊഹീദ്ദീൻ ആലുവ എന്ന് പറയുന്ന എന്ന് പറയുന്ന കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് വെളിയത്തുനാട് എന്ന സ്ഥലത്ത് ജനിച്ച് അറബി ഭാഷയിലെ ലോക പണ്ഡിതനായി വളർന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ആലിമുൻ കബീറുൻ അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്. വ മുദരിസുൻ അബ്കരിയുൻ നല്ല പ്രഗത്ഭനായ മുദരിസ് അധ്യാപകനാണ്. വ കാത്തിബുൻ മഷ്ഊറുൻ പ്രസിദ്ധനായ എഴുത്തുകാരനാണ്. ഉലിദ അദ്ദേഹം ജനിച്ചു ഫി ഖറിയത്തി വെളിയത്തുനാട് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. കരീബത്തിനടുത്തുള്ള മിൻ ആലുവക്കടുത്തുള്ള വെളിയത്തുനാട് അദ്ദേഹം ജനിച്ചത്. ബഅദ ദിറാസത്തിഹി പഠനത്തിന് ശേഷം ഈ അൽ ഇബ്തിദാഇയ പ്രൈമറി പഠനത്തിന് ശേഷം ഇൽത്തഹഖ് അദ്ദേഹം ചേർന്നു ബി കുല്ലിയത്തി ദാറുൽ ഉലൂം എന്ന് പറയുന്ന കോളേജിൽ അദ്ദേഹം ചേർന്നു. വാഴക്കാട്, മലപ്പുറം ജില്ലയിലെ വാഴക്കാടുള്ള. സുമ്മ പിന്നെ ഇൽത്തഹഖ് അദ്ദേഹം ചേർന്നു ബി കുല്ലിയത്തി ബാക്കിയാത്ത് സോലിഹാത്ത് എന്ന് പറഞ്ഞ കോളേജിൽ അദ്ദേഹം ചേർന്നു ബി വെല്ലൂർ, തമിഴ്നാട്ടിലെ വെല്ലൂർ എന്ന സ്ഥലത്തുള്ള. വ തെഹറജ അവിടുന്ന് പഠിച്ച് പുറത്തിറങ്ങി ഫിഹാ ഷഹാദത്ത അൽ മൗലവി അൽ ഫാദിൽ എന്ന് പറയുന്ന ബിരുദം നേടി അവിടുന്ന് പഠിച്ച് പുറത്തിറങ്ങി. വ ഹസല അല പിന്നീട് അദ്ദേഹം നേടി ഷഹാദത്ത് ബിരുദം അഫ്ദലുൽ ഉലമ എന്ന് പറയുന്ന ബിരുദം അദ്ദേഹം നേടി. ഇവിടുന്ന് മിൻ ജാമിഅത്തി മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഇർത്തഹല ആലുവായി അങ്ങനെ ആലുവായി യാത്ര പോയി ഇലൽ മിസ്ർ ഈജിപ്തിലേക്ക് ദിറാസ്ത പഠിക്കാൻ വേണ്ടിയിട്ട്. ഉല്ലിയ ഉപരിപഠനത്തിന് വേണ്ടി പിന്നീട് അദ്ദേഹം ഈജിപ്തിലേക്ക് പോയി. മിൻ ജാമിഇ അൽ അസ്ഹർ ഷെരീഫ് പ്രസിദ്ധമായ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പഠിക്കാൻ പോയത്. വ ഹസ്വല അല അവിടുത്തെ അദ്ദേഹം നേടി അദ്ദക്തൂറ ഡോക്ടറേറ്റ് നേടി ഹൗല മൗലു വിഷയത്തിൽ അദ്ദഅവത്തുൽ ഇസ്ലാമിയ ഇസ്ലാം മത പ്രബോധനം വ തത്തവുറുഹ അതിൻ്റെ പുരോഗതിയും ഫി ഷിബ്ഹുൽ കാറത്തുൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇസ്ലാം മത പ്രബോധനവും അതിൻ്റെ പുരോഗതിയും എന്ന വിഷയത്തിൽ അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തു. ഇവിടുന്ന് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. തവല്ല അൽ ആലുവായി ഏറ്റെടുത്തു മനാസിബൻ അതീതൻ ധാരാളം പദവികൾ ഏറ്റെടുത്തു. ഫി ദാഖിലിൽ ഹിന്ദ് ഇന്ത്യയുടെ അകത്ത് വ ഖാരിജ ഇന്ത്യക്ക് പുറത്തും. കാന ഉസ്താദൻ അദ്ദേഹം പ്രൊഫസറായിരുന്നു. ഫി ജാമിഇ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായി ജോലി ചെയ്തിട്ടുണ്ട്. വ മുദീഅൻ ഫി ഇദാഅത്തുൽ ഉമൂമിൽ മുദീ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആൾ, സംപ്രേഷണം ചെയ്യുന്ന ആൾ. എന്തിൻ്റെ? ഇദാഅത്തുൽ ഉമൂമിൽ ഓൾ ഇന്ത്യ റേഡിയോയിലെ പ്രോഗ്രാം അവതാരകനായിട്ടും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. നുഷിറത്ത് മക്കാലത്തു അദ്ദേഹത്തിൻ്റെ മക്കാലാത്ത് ലേഖനങ്ങൾ നുഷിറത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫിൽ ജറാഇദിൽ യൗമിയ പത്രങ്ങളിൽ, വൽ മജല്ലാത്ത് മാഗസിനുകളിൽ, അൽ അറബി മാഗസിനുകളിലും പത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. മിസ്ല പോലെ അൽ മദീന എന്നുള്ള പത്രത്തിലും വന്നിട്ടുണ്ട്. അൽ ജാമിയത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന മാഗസിനിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ധാരാളം കണക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം ആയിരുന്നു റഹീസു തഹ്രീർ ചീഫ് എഡിറ്റർ ആയിരുന്നു. ലി മജല്ലത്തി ഒരു മാഗസിൻ്റെ. സൗത്തുൽ ഹിന്ദ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സൗത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു മാഗസിനിൽ അദ്ദേഹം ചീഫ് എഡിറ്റർ ആയിരുന്നു. അല്ലത്തി തുസ്തറു ആ മാഗസിൻ പ്രസിദ്ധീകരിക്കുന്നത് മിൻ സഫാറത്ത് എംബസിയിൽ നിന്നാണ്. അൽ ഇന്ത്യൻ എംബസി ബി മിസ്ർ ഈജിപ്തിലെ
ഇന്ത്യൻ എംബസിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സൗത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന മാഗസിൻ്റെ ചീഫ് എഡിറ്ററായിരുന്നു ആര്? മുഹ്യിദ്ദീൻ ആലുവായി. വലഹു മുഅല്ലഫാത്തുൻ അദീദ, അദ്ദേഹത്തിന് ധാരാളം മുഅല്ലഫാത്ത് പുസ്തകങ്ങളുണ്ട്. മഷ്ഹൂറത്തുൻ പ്രസിദ്ധമായ, മിസ്ല പോലെ. ഏതൊക്കെയാണ്? അദ്ദഅവത്തുൽ ഇസ്ലാമിയ ഫി ഷിബുൽ കാറത്തുൻ, ഇത് അദ്ദേഹത്തിൻ്റെ PhD വിഷയവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇസ്ലാം മത പ്രബോധനം. അൽ അദബുൽ ഹിന്ദി അൽ മുആസിർ, സമകാലിക ഇന്ത്യൻ സാഹിത്യം എന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് പുസ്തകങ്ങളുണ്ട്. അൽ ഇസ്ലാം വ ഖലായ ഇസ്ലാമിയ, ഇസ്ലാമും ഇസ്ലാമിക പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് പുസ്തകമുണ്ട്. തെഷ്മീൻ, ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് മുഹ്യിദ്ദീൻ ആലുവായി ആണ്. വ കതബ മഖാലാത്തിൻ ഫി മൗളൂഇൻ മുശത്ത, വ്യത്യസ്തമായ വിഷയങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം ലേഖനങ്ങളും പിന്നെ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇൻതഖല എന്ന യാത്ര പോയി മുഹ്യിദ്ദീൻ ആലുവായി ഇലൽ ജിവാരി റബ്ബി, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് യാത്ര വെച്ചാൽ മരണപ്പെട്ടു പോയി. 23 ജൂലൈ 1996 അദ്ദേഹം മരണപ്പെട്ടു പോയി. താരിഖൻ ഖസാനത്തു മിനൽ ഉലൂം വൽ ബുഹൂസ്, ഒരുപാട് വിജ്ഞാനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ ഇവിടെ ബാക്കി വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? അദ്ദേഹം യാത്ര പോയത്. ഇതാണ് രണ്ടാമത്തെ യൂണിറ്റിൽ പറയുന്ന ആ പാഠഭാഗത്തിൻ്റെ ചുരുക്ക രൂപം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സമ്മറി നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ പാഠത്തിന് നമുക്ക് പ്രത്യേകിച്ച് സ്റ്റോറി ഇല്ലാത്ത ഒരു ചാപ്റ്ററാണ്. അതേപോലെ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ ഇതിൻ്റെ സമ്മറി ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചുരുക്കി ഒന്ന് പറയണമെന്നുള്ള ചാപ്റ്ററിൽ ഒരു അബു അൽ യാസി എന്ന് പറയുന്ന ഒരു വ്യക്തി, അബു അൽ യാസി, അദ്ദേഹം ഒരു സൗദിക്കാരനായ അബു അൽ യാസി ഇന്ത്യയിലേക്ക് ടൂർ വരികയാണ്, കേരളത്തിലേക്ക് ടൂർ വരികയാണ്. അങ്ങനെ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും കേരളത്തിൻ്റെ കൾച്ചറൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നു, തിരിച്ചു പോവുകയാണ്. അങ്ങനെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു ബ്ലോഗ് എഴുതുകയാണെന്ത്, ഈ കേരളത്തിലേക്ക് വന്ന യാത്രാനുഭവം എഴുതാണ്. ആ യാത്രാനുഭവത്തിൻ്റെ അറബി രൂപമാണ് ഈ പാഠത്തിലുള്ളത്. ഓക്കെ, ഇതിലെ വർക്ക് വരൽ നമ്മൾ അതേപോലെ യാത്ര പോകുമ്പോൾ യാത്രാവിവരണം എഴുതാനും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വർക്കിലാണ് പ്രധാന. ട്രാൻസ്ലേഷനും കാര്യങ്ങളൊക്കെ ഗ്രാമറൊക്കെ പഠിപ്പിക്കുന്നത് ഈ ചാപ്റ്ററിൻ്റെ വർക്കിൽ വരുന്നുണ്ട്. പക്ഷേ പാഠഭാഗത്തിൽ നിന്ന് സാധാരണ ചോദ്യമൊന്നും വരാറില്ല, ചോദിക്കാൻ പറ്റിയ പാഠഭാഗമല്ല. എന്നാലും ആ പാഠത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പാഠത്തിൻ്റെ ചുരുക്കരൂപം കൊടുക്കാൻ. യതഹദ്ദസു സംസാരിക്കുന്നു, അന്നസ് ഈ പാഠഭാഗം നമ്മോട് സംസാരിക്കണം എന്താണ്? അൻ റിഹിലത്ത് യാത്രയെക്കുറിച്ചിട്ടാണ്. അബി അൽ യാസി ഇവിടെ കൊടുക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ യാത്ര എന്ന് കൊടുത്തപ്പോൾ അവിടെ കെസർ ആയതുകൊണ്ടാണ് അബി എന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് അബു അൽ യാസി എന്നാണ് കേട്ടോ. അബു അൽ യാസി ഇലാ കേരളത്തിലേക്ക് അബു അൽ യാസി വന്നതിനെ കുറിച്ചിട്ടാണ്. വമാ ഷാഹദ്, അദ്ദേഹം കണ്ട കാര്യങ്ങൾ. ഫിഹ മനാദിർ തൊബിയ, ഭംഗിയുള്ള കാഴ്ചകളെ കുറിച്ചിട്ട്. അൽ ഖല്ലാബ്, ഭംഗിയുള്ള. വ മആലിമു സിയാഹിയ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെക്കുറിച്ച്, സ്മാരകങ്ങളെ കുറിച്ചിട്ട്. മുത്തനബി, വ്യത്യസ്തമായ. ബദ അറാഹിൽ, ഈ യാത്രക്കാരൻ അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങുന്നത് ഇർഹിലത്തഹു മിന റിയാദിൽ നിന്നാണ്. അദ്ദേഹം സൗദിയിലെ റിയാദിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. വ വസ്വൽ, അദ്ദേഹം എത്തി. ഇല മദീനത്തി, തിരുവനന്തപുരത്തെത്തി. സുമ്മ സാറ, അദ്ദേഹം സന്ദർശിച്ചു. പോവാർ എന്ന് പറഞ്ഞ സ്ഥലം സന്ദർശിച്ചു അല്ലേ, പോവാർ. ആ പോവാറാണ് എന്ത് ചെയ്യുന്നത്? ഗോൾഡൻ ബീച്ച് എന്നറിയപ്പെടുന്ന സ്ഥലം. ഷാഹദ ബഹറുൽ അറബി കടൽ കണ്ടു. വ ജുസറുൽ മുഹാത്ത ബിഹി, അതിന് ചുറ്റും ഉള്ളൊരു ദ്വീപ് അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. റഅ ഷാത്തിഹു ദഹബി എന്ന് പറയുന്ന സ്ഥലം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം കണ്ടിട്ടുണ്ട്. വ അൻവാഅൻ കസീറത്തുൻ മിന തുയൂർ, പക്ഷികളെ കണ്ടു. സുമ്മ സാറ ഹദീഖത്തുൽ ഹയവാൻ, പിന്നെ അദ്ദേഹം സൂ സന്ദർശിക്കുന്നുണ്ട്. വ കോവളം ബീച്ച് സന്ദർശിക്കുന്നുണ്ട്. വ ശംഖുമുഖം ബീച്ചിലൊക്കെ അദ്ദേഹം പോകുന്നുണ്ട്. വ ബഅദ ദാലിക, അതിന് ശേഷം ദഹബ ഇല മൂന്നാർ, അദ്ദേഹം മൂന്നാറിലേക്ക് പോകുന്നു. ഫസ്തംത, അവിടുന്ന് ആസ്വദിക്കുന്നുണ്ട്. ബി മനാദിർ തൊബിയ, ഭംഗിയുള്ള പ്രകൃതി കാഴ്ചകൾ. വ ഹുക്കൂൽ ഷായ്, തേയിലത്തോട്ടങ്ങൾ. ഹൽറ, പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടം അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. വ സാറ, സന്ദർശിക്കുന്നുണ്ട്. മാട്ടുപ്പെട്ടി ഡാം സന്ദർശിക്കുന്നുണ്ട്. വ നുഖത്തത്ത് സ്വദ, എക്കോ പോയിന്റ് എന്ന് പറയുന്ന മൂന്നാറ് സ്ഥലം അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. വ ഷാഹദ ജിബാലു, അദ്ദേഹം മലകൾ കാണുന്നു. വൽ ഓബാത്ത്, കാടുകൾ കാണുന്നു. വൽ അൻഹാർ, പുഴകൾ കാണുന്നു. വൽ ഹയവാന, ജീവികളെയും കാണുന്നുണ്ട്. കമാ തഅറഫ, അദ്ദേഹം മനസ്സിലാക്കുന്നു. അല സഖാഫത്തി കേരളത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചിട്ട്. വ തുറാസഹ, തറാസിക എന്നാണ്, തുറാസിക കേരളത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. വ ഷാഹദ, അദ്ദേഹം കാണുന്നുണ്ട്. റഖസത്തു, കഥകളി അദ്ദേഹം കാണുന്നുണ്ട്. വ തതവ്വ, കഥ ആസ്വദിക്കുന്നുണ്ട്. അതിൽ അത്തുഇമ, ഭക്ഷണങ്ങൾ. അൽ മഹല്ലിയ, പ്രാദേശികമായ കേരളത്തിലെ ചില ഭക്ഷണങ്ങളുടെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ യാത്രാവിവരണത്തിൽ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം സദ്യനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, പുട്ടും കടല, അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. വഫി നിഹായത്തി ദിഹില, യാത്രയുടെ അവസാനത്തിൽ
അജിബു അദ്ദേഹം അത്ഭുതപ്പെടുന്നു റാഹിൽ ഈ യാത്രക്കാരൻ ബി ജമാലി കേരള കേരളത്തിൻ്റെ ഭംഗി കണ്ടിട്ട് വ തൊബിഅത്തിഹ കേരളത്തിൻ്റെ പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞിട്ട് വ സഖാഫത്തിഹ കേരളത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടൊക്കെ ഹുസ്നി ലിയാഫത്തി അഹലിയ ഹുസ്നി ലിയാഫത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ആതിഥേയത്വം അതിഥികളെ സ്വീകരിക്കുന്ന രീതിയെക്കുറിച്ച് ആലോചിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നു അദ്ദേഹം അത്ഭുതപ്പെടുന്നുണ്ട് വ ഷക്കർ അള്ളാഹു തആല നന്ദി പറയുന്നു നിഅമഹി അൽ കസീറ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നന്ദി പറയുന്നു അല്ലത്തി അൻഅമ ബിഹ അല കേരള കേരളത്തിലേക്ക് അദ്ദേഹത്തിന് വരാൻ സാധിച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹു നന്ദി പറയുന്നുണ്ട് കേരളം ബലദുൻ ജമീൽ ഭംഗിയുള്ള സംസ്ഥാനമാണ് നജ്തമിഉ ഫീഹി അത്തൊബിഅ തജ്തമിഉ അതിൽ ഒരുപാട് പ്രകൃതിപരമായ കാര്യങ്ങൾ ഒരുമിച്ച് കൂടുന്നുണ്ട് ഇപ്പോൾ തുറാസ് പാരമ്പര്യവും സിയാഹ ടൂറിസം ഒക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം. ഇതാണ് ആ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതല്ല, അതിന് വേറെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സമ്മറി ഷോർട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത് മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. ഈ 1, 2, 3 ചാപ്റ്ററാണ് ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്നത്. ഒന്നാമത്തെ പോയിന്റിൽ 3 പാഠവും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് ആ പാഠത്തിൽ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, ഇതാണ് വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. ഈ പാഠഭാഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ്സേ പോലുള്ള പാരാഗ്രാഫ് പോലുള്ള ആൻസറുകൾ എഴുതാൻ അത് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ഇനി മനസ്സിലാവാത്ത ഭാഗം ഉണ്ടെങ്കിൽ അതൊന്നും കൂടി കണ്ട് ക്ലിയർ ആക്കി വെക്കുക. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.